കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരായി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണം ഊർജിതം. 37 വർഷങ്ങൾക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൈകോർക്കുന്ന മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. ആയിരത്തി 1987 സ്വാതന്ത്ര്യദിനത്തിലാണ് ഡിവൈഎഫ്ഐ ആദ്യമായി കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ നീളുന്ന മനുഷ്യമതിൽ സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്രാജ്യത്വാനുകൂല നിലപാടിനെതിരെ ഭരണഘടന സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ മഹാമനുഷ്യമതിൽ. ഡിവൈഎഫ്ഐയുടെ ആഹ്വാനം ഏറ്റെടുത്ത് കേരളത്തിന് കുറുകെ കണ്ണിമുറിയാതെ ഒരു മനുഷ്യമതിലായി കൈകോർത്തു. 693 കിലോമീറ്റർ ദൂരം, ലക്ഷക്കണക്കിന് പേർ ഇന്ത്യയുടെ ഐക്യത്തിനായി പ്രതിജ്ഞ ചൊല്ലി. 37 വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടത്തിൽ പുതിയൊരു ചരിത്രമെഴുതാൻ ഒരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ. കേന്ദ്ര സർക്കാർ കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരോട് കാണിക്കുന്ന അവഗണനക്കെതിരെയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നിയമന നിരോധനത്തിനെതിരെയും സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര നടപടികൾക്കെതിരെയുമാണ് മനുഷ്യമതിൽ. ജനുവരി 20 തീർക്കുന്ന മനുഷ്യമതിലിനായി വ്യത്യസ്തമായ പ്രചാരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അവമതികൾ ഞങ്ങൾ അനുവദിക്കില്ല, കരിനിയമങ്ങളാൽ തൊഴിലറ്റ യുവതയെ തെരുവിലേക്കെറിയാൻ അനുവദിക്കില്ല. ഇടതോരം ചേർത്തു കൈകോർത്തു നിൽക്കാം യുവജനങ്ങളെ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.